നമ്മുടെ സംസ്ഥാനത്ത് ദേവസ്വം എന്നൊരു വകുപ്പുണ്ട്. ആ വകുപ്പിന് മന്ത്രിയുണ്ട്. ദേവസ്വം ബോർഡുകളുണ്ട്. ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നത് നിലവിലെ ഭരണകൂടം നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഭരണ സംവിധാനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആ കാലഘട്ടത്തിൽ 2019 കാലഘട്ടത്തിൽ ഭരിച്ചത് CPM-ന്റെ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള നിങ്ങളുടെ നോമിനികൾ അടങ്ങിയിട്ടുള്ള ഭരണസമിതിയാണ്. അപ്പോൾ അവരുടെ ഭരണത്തിലിരിക്കെ അമൂല്യമായ ശബരിമലയിലെ വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ ആരോടാണ് ചോദിക്കുക? അവരോട് ചോദിക്കും, ഭരിക്കുന്ന സർക്കാരിനോട് ചോദിക്കും. സ്വാഭാവികമായ ചോദ്യമല്ലേ, അങ്ങനെ ചോദിക്കാൻ പറ്റും. അല്ലാതെ വഴിയെ പോകുന്നവരോടൊന്നും ഈ കാര്യം ചോദിക്കാൻ പറ്റില്ല. ആരാണോ ചുമതലയിൽ ഉണ്ടായിരുന്നത് അവരോട് ചോദിക്കും. ആ ചോദ്യം വളരെ സ്വാഭാവികമാണ്. ഇവിടെ ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കാര്യം പറഞ്ഞു. സോണിയാഗാന്ധി ഒന്നും ചോദ്യം ചെയ്യേണ്ടതേ. സോണിയാഗാന്ധിയുടെ ഓഫീസിലേക്ക് കൂടെ പോയ അടൂർ പ്രകാശിനെയോ അതുപോലെ തന്നെ ആന്റണിയെയോ വിളിച്ച് മൊഴിയെടുക്കാൻ SITക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ്, കൺവിക്ഷൻ ഈ കാര്യത്തിൽ SITക്ക് അന്വേഷണ സംഘത്തിലുണ്ടെങ്കിൽ ഇവരെ വിളിച്ച് ചോദിച്ചാൽ പോരെ? എന്താ ചോദിക്കാത്തേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതാ വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്ത ജീവനക്കാരിൽ 95% ആളുകളും കോൺഗ്രസ്സുകാരാണ്. INTUC യൂണിയൻ്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. രണ്ടാമത്, ദേവസ്വം വിജിലൻസിന് മുമ്പിൽ നേരത്തെ ഇവയെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട് എന്ന് പറഞ്ഞത് ശരിയല്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ദേവസ്വം വിജിലൻസ് എടുക്കുന്നത് ഇപ്പോഴാണ്. പിന്നെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നത് ദേവസ്വം വിജിലൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ആദ്യമായിട്ട് ഹൈക്കോടതി റിപ്പോർട്ട് ചോദിച്ചത് ദേവസ്വം വിജിലൻസിനോടാണ്. അവർ കൊടുത്ത റിപ്പോർട്ടിന് മേലെയാണ് അന്വേഷണം മോശമില്ല എന്നുള്ള നിലക്ക് അവരിൽ തന്നെ പെട്ടിരിക്കുന്ന ആളുകളെയും കേരളത്തെ പോലീസിലെ ആളുകളെയും ചേർത്തുകൊണ്ട് SIT രൂപീകരിച്ചത്. അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന കാര്യം അന്വേഷിച്ചില്ല എന്ന് പറയുന്നത് വസ്തുതയല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ എന്തൊരു ബാലിശമായ കാര്യമാണ്. 2 MP-മാർ ചേർന്നിട്ട് ഒരു കള്ളനെയും അത് വാങ്ങിയിട്ടുള്ള വ്യാപാരിയെയും സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോവുക. അത് വിശദീകരിക്കാൻ കോൺഗ്രസിന് അതിന് മറ്റൊന്നുമില്ലെന്ന് വെക്കുക. അത് വിശദീകരിക്കണ്ടേ? എങ്ങനെയാണ് ഈ പറയുന്ന കട്ടവനും അത് വാങ്ങിയവനും യോജിച്ചത്? അവർക്ക് എങ്ങനെയാണ് സോണിയാഗാന്ധിയെ പോലെയുള്ള ദേശീയ നേതാവിനെ കാണാൻ വേണ്ടി കഴിഞ്ഞത്? ആ കാണുന്ന കൂട്ടത്തിൽ 2 MP-മാർ എങ്ങനെയാണ് ഉണ്ടായത്? അത് സ്വാഭാവികമായിട്ട് കേരളത്തോട് മറുപടി പറയാൻ ബാധ്യപ്പെട്ട കാര്യമില്ലേ? ഈ സംഭവം എന്തിന് ദിവസത്തിലായി? ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പരസ്യമായിട്ട് ഉന്നയിച്ചല്ലോ. എന്തേ മറുപടി പറയുന്നില്ല? അപ്പോൾ മറുപടി പറയേണ്ട ഇന്നത്തെ ചർച്ച യഥാർത്ഥത്തിൽ ഞാൻ വിചാരിച്ചത് ഇന്ന് നിങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഇതായിരിക്കും ചർച്ചയെന്നാണ്. എന്തുകൊണ്ട് 2 MP-മാർ ഇവരുടെ കൂടെ പോയി? എന്തുകൊണ്ട് ഈ പറയുന്ന കള്ളനും വിറ്റവനും ഒന്നിച്ചു ചേർന്നു, വാങ്ങിയവനും ഒന്നിച്ചു ചേർന്നു? അവരെ സോണിയാഗാന്ധിക്ക് ബന്ധപ്പെടുത്തി കൊടുത്ത ആരാണ്? അത് മറുപടി പറയാൻ കോൺഗ്രസ് പാർട്ടി ഇവിടെയുണ്ടല്ലോ, അതിൻ്റെ പ്രധാന നേതാക്കന്മാരെല്ലാം ഇവിടെയുണ്ടല്ലോ. അവരോട് ഇക്കാര്യങ്ങൾ ചോദിക്കുന്ന ചർച്ചയായിരിക്കും ഉണ്ടാവുക എന്നാണ് സാധാരണത്തിൽ ആരും വിചാരിക്കുക. പക്ഷെ അതല്ല. പിന്നെ BJP-യുടെ ആള് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ എന്തിനാ പറയുന്നത്? എൻ്റെ ഓരോ ചോദ്യത്തിന് മറുപടി ഉണ്ടാകും, ഒന്നിച്ച് പറഞ്ഞാൽ മതി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ചൊന്നും BJP-കാരൻ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ലോകത്ത് ആകെ 180 രാജ്യങ്ങളിൽ പത്രസ്വാതന്ത്ര്യത്തിൽ 156ാമത്തെ രാജ്യമാണ് BJP ഭരിക്കുന്ന ഇന്ത്യ. അതവർ മനസ്സിലാക്കണം. ഒരാവിഷ്കാര സ്വാതന്ത്ര്യവും ഇന്ത്യ രാജ്യത്ത് അനുവദിക്കുന്നില്ല BJP. അവിടെ അതിനെപ്പറ്റിയൊന്നും വല്ലാതെ വേവലാതിപ്പെടേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ നിങ്ങൾ ഇവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ BJP-കാർ പറഞ്ഞ് ശ്രദ്ധിച്ചല്ലോ, അവർക്ക് സോണിയാഗാന്ധിയുടെ കൂടെ 2 MP-മാർ ചേർന്ന് ഒരു കള്ളനെയും അത് വാങ്ങിയ ആളെയും കൊണ്ടുപോയതിൽ യാതൊരു വിമർശനവുമില്ല. കാരണം അവർ ഒറ്റക്കെട്ടാണെന്നേ. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസും BJP-യും പ്രതിപക്ഷ കക്ഷികളാണ്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? ഇവർ രണ്ടുപേരും ചേർന്ന് ഒറ്റ കക്ഷിയല്ലേ? അവരെ സഹായിക്കാനല്ലേ മനോരമ ഉൾപ്പെടെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നിൽക്കുന്നത്? ഇവിടുത്തെ മൗലികമായ വിഷയം എന്താണ്? സോണിയാഗാന്ധിയെ കാണാൻ കള്ളന്മാര് പോയി എന്നുള്ളതാണോ? ആരെയാണോ ശബരിമല നോക്കാൻ ഏൽപ്പിച്ചത് അവർ തന്നെ കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് അവർ ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കാണ്. CPM-ന്റെ പത്തനംതിട്ടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിൽ കിടക്കാൻ അതിനെപ്പറ്റി ആര് ഭരിക്കുമ്പോ എല്ലാ സുഹൃത്തെ അതിനെപ്പറ്റിയാണല്ലോ. അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടത് മാതൃഭൂമിയല്ലല്ലോ. അക്കാര്യം അന്വേഷിക്കേണ്ടത് മാതൃഭൂമിയല്ലോ. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി തന്നെ ഒരു കമ്മിറ്റി നിശ്ചയിച്ചിരിക്കുന്നു. അവര് അന്വേഷിക്കുന്നു. അവര് കണ്ടുപിടിക്കട്ടല്ലേ. നിങ്ങൾക്ക് എന്താ ഇത്ര ധൃതി? അവര് കണ്ടുപിടിക്കട്ടെ. ഇന്നയാള് ഇത്ര മാത്രം കുറ്റമുണ്ട്, സ്വർണ്ണം എവിടെയാണ്, എത്ര സ്വർണം പോയിട്ടുണ്ട്, ഈ LDF ഗവൺമെന്റിന്റെ കാലത്ത് മാത്രമാണ് അതൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ. അതിൽ ഈ പറയുന്ന അടൂർ പ്രകാശിന് വല്ല പങ്കുണ്ടോ? അല്ല മറ്റേ MP-ക്ക് വല്ല പങ്കുണ്ടോ? കോൺഗ്രസ് നേതാക്കന്മാർക്ക് ആർക്കെല്ലാമാണ് പങ്ക്? പരിശോധിക്കുമല്ലോ. ഇത് അവസാനമാക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ലല്ലോ. കോടതിയിൽ വരുമ്പോൾ FIR കൃത്യമായിട്ട് സമർപ്പിക്കുമല്ലോ. അതിന് ധൃതി കാണിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ നിലപാട് വളരെ വ്യക്തമാണ്. ആ കേസിനകത്ത് ഗവൺമെന്റ് ഒരു കാരണവശാലും ഇടപെടുന്ന വിഷയമില്ല. SIT സ്വതന്ത്രമായി അന്വേഷിക്കട്ടെ. അവർ നടപടിക്ക് നീക്കുന്നതിൽ ഞങ്ങൾ ഇടപെടുന്ന വിഷയമില്ല.
കുറ്റക്കാർ ആരായാലും അവരെ രക്ഷിക്കാൻ ഒരു കാര്യവും ഞങ്ങൾ ചെയ്യില്ല. പാർട്ടിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും. ഇതുവരെ അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാൻ പാടില്ല. ഇതാണ് ഗവൺമെന്റ് നിലപാട്. കൃത്യമായ നടപടി ഞങ്ങൾ എടുക്കുമെന്ന് പറയുമ്പോൾ ഇപ്പോ ഈ അന്വേഷണ സംഘം, താങ്കൾ വളരെ മികച്ചതെന്ന് പറഞ്ഞ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. വളരെ കൃത്യമായി ഇക്കാര്യത്തിൽ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ പങ്കാളിത്തം അന്വേഷണ സംഘം പറയുന്നുണ്ട്. കോടതി റിപ്പോർട്ട് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് ഞാൻ വായിക്കാം. അന്വേഷണ സംഘം കോടതിയിൽ കൊടുത്ത ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ലീഗൽ അഡ്വൈസർ മുഖാന്തിരം അന്വേഷണ സംഘം കൊടുത്ത റിപ്പോർട്ടാ. ഈ റിപ്പോർട്ടിൽ പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ പറയുന്നുണ്ടല്ലോ. ആ റിപ്പോർട്ട് വെച്ചിട്ടാണല്ലോ അവർ ചിലരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതെ, അകത്ത് കിടക്കുന്ന ആളുകൾക്കെതിരെ ഇപ്പോഴും ഒരു ഇലയണങ്ങുന്ന നടപടി പോലും എടുത്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിക്കാമല്ലോ പൊതുസമൂഹത്തിന്. അല്ലേ? എടുത്തോ, കുറ്റപത്രം വരട്ടെ എന്നാണ് പറയുന്നത്. ചൂണ്ടിക്കാണിക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഞാൻ പറഞ്ഞ അതിൽ ഇത്രയേ ഉള്ളൂ. അതിൽ കൃത്യമായിട്ട് കുറ്റക്കാരെ കണ്ടെത്താനാണല്ലോ SIT അന്വേഷണം. ആ അന്വേഷണത്തിൽ കൃത്യമായിട്ട് കുറ്റക്കാരെ കണ്ടെത്തും. ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം ഇപ്പോൾ കേവലം ഇതിൽ മാത്രമല്ല. ഇനി കോൺഗ്രസിന്റെ പല നേതാക്കന്മാരുണ്ടോ? അടൂർ പ്രകാശ് ഉണ്ടോ? അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടോ? ആന്റോ ആന്റണിക്ക് വല്ല ബന്ധമുണ്ടോ? ഇതെല്ലാം തെളിയല്ലോ. ശരി, അതെല്ലാം തെളിഞ്ഞു വരട്ടെ. ശരി, എന്തായാലും ഹൈക്കോടതി അറിയില്ല, നമുക്ക് നോക്കാം.